സാക്ഷി മോക്ക് ഇവിടെ ഇരുന്ന് ബോറടിക്കുകയാണെങ്കിൽ വർക്കിന് പൊക്കോ. ആദ്യമൊക്കെ വർക്കിന് പൊക്കോണ്ടിരുന്നതല്ലേ, ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞെന്ന് വെച്ചാൽ അത് നിർത്തണ്ട. രാവിലെ ഇവർ പോകുമ്പോൾ ഇവരുടെ കൂടെ അങ്ങ് വർക്കിന് പൊക്കോ, കുഴപ്പമില്ല. അമ്മയുടെ മോൻ സമ്മതിച്ച പോലെ തന്നെ. ആമ്മ, ഞാൻ നോക്കട്ടെ. പിന്നെ മോക്ക് അമ്മയെ കാണാൻ തോന്നുവാണെങ്കിൽ പറയാൻ മടിക്കണ്ട. ഋഷിയുടെ അടുത്തോ കാശിയുടെ അടുത്തോ പറഞ്ഞാൽ മതി, അവർ കൊണ്ടുപോയിക്കോളും. ആ, ഞാൻ അമ്മയെ കാണണമെന്നുണ്ട്. പക്ഷേ അവർക്കൊക്കെ തിരക്കല്ലേ. രാവിലെ അവർ പോയാൽ പിന്നെ വരുന്നത് രാത്രിയല്ലേ. അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, ഞാനിവിടെ ഉണ്ടല്ലോ. എനിക്ക് സ്കൂട്ടിയൊക്കെ ഓടിക്കാൻ അറിയാം, ഞാൻ കൊണ്ടുപോയിക്കോളാം. നിനക്ക് പോകാൻ തോന്നുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി. എനിക്കിവിടെ വേറെ പണിയൊന്നുമില്ലല്ലോ. ആ, ഞാൻ അമ്മയെ കാണാൻ പോകുന്നേരം ചേച്ചിയുടെ അടുത്ത് പറയാം. എന്നെ ഒന്ന് ഹോസ്പിറ്റൽ വരെ കൊണ്ടാക്കിയാൽ മതി. ഓക്കെ, സെറ്റ്, ഞാൻ കൊണ്ടുപോയിക്കോളാം. പിന്നെ അമ്മ, അവർ മൂന്നുപേരും വരാൻ ഇന്ന് ലേറ്റ് ആവും കേട്ടോ. അച്ഛൻ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു മോളെ, മൂന്നാളും പാർട്ടിയൊക്കെ കഴിഞ്ഞ് രാത്രി ഒത്തിരി ലേറ്റായിട്ടേ വരൂ, നമ്മളോട് കാത്തിരിക്കേണ്ടെന്ന്. ഈശ്വര, ഇന്ന് വരാതിരുന്നെങ്കിൽ മതിയായിരുന്നു. ഇന്നെങ്കിലും എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാം. സാക്ഷി കേട്ടോ, ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു ശീലോ. ഇവർ ഹോസ്പിറ്റല്, കമ്പനി, ഇവിടെയൊക്കെ പാർട്ടീസോ അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഇതുപോലെ ലേറ്റ് ആവും. സാക്ഷിക്ക് ഇനി അങ്ങോട്ട് ശീലമായിക്കോളും. ഋഷി 24 മണിക്കൂറും ഹോസ്പിറ്റലും കമ്പനി അടുത്ത് നിന്നാലും എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ അടുത്ത് വരാതിരുന്നാൽ മതി. അല്ല, നമ്മൾ മൂന്നരും ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാൽ മതിയോ? ടൈം പോകുന്ന വല്ല അറിയുന്നുണ്ടോ പിള്ളേരെ? ഇപ്പോൾ കിടന്ന് ഉറങ്ങിക്കേ, അവർ വരാൻ എന്തായാലും ലേറ്റ് ആവും. അത് ശരിയാ, എത്ര പെട്ടെന്ന് സമയം പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, സാക്ഷി സംസാരിക്കാൻ തുടങ്ങിയ നമ്മളെപ്പോലെ തന്നെയാ. എന്നാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും പോയി കിടക്കാം. സാക്ഷി മോള് കിടക്കുന്നില്ലേ? പിന്നെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടി എന്തെങ്കിലും ഉണ്ടോ? അവർ വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവും, ഉണ്ടെങ്കിൽ അമ്മ അടുത്ത് പറയണം. എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ ഒന്ന് കിച്ചണിൽ പോയി വെള്ളം കുടിച്ചിട്ട് നേരെ റൂമിൽ പോയിക്കോളാം. അമ്മ പോയി കിടന്നോ. ഇന്ന് രാത്രിയായാലും ഋഷി വരും, എന്നെ വീണ്ടും ശല്യം ചെയ്യും. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. സുരക്ഷയ്ക്ക് വേണ്ടി ഇതിനൊരു ചെറിയ കത്തി എടുത്ത് സൂക്ഷിച്ചാലോ? അല്ലാതെ എൻ്റെ വാക്കിലൊന്നും അവൻ ഏൽക്കില്ല. ഇതുപോലെ എന്തെങ്കിലും കാണിച്ച് വിരട്ടണം, അല്ലാതെ പറ്റില്ല. ഇത്രയും ലേറ്റ് ആവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ വരില്ലായിരുന്നു. നിങ്ങളെ രണ്ടുപേരെയും മാത്രം പറഞ്ഞു വിട്ടേനെ. മനുഷ്യന് തലവേദന എടുക്കുക. നമ്മുടെ ഹോസ്പിറ്റലിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ. ഇനിയിപ്പോൾ കുഴപ്പമില്ല, എന്തായാലും കഴിഞ്ഞില്ലേ. അച്ഛൻ ചെന്ന് നന്നായിട്ട് റെസ്റ്റ് എടുത്തോ, അപ്പം മാറും തലവേദന. നിങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും. മണി 3 കഴിഞ്ഞു. ഇനിയും ഇവിടെ ഇരിക്കാനാണോ പ്ലാൻ? എവിടെ? റൂമിലോട്ട് എത്തിയോ? മനസ്സിലാവുന്നുണ്ട്, ആ കൊച്ചിനെ ഉറങ്ങാൻ വിടടാ. ഞാൻ വരില്ല എന്ന് പറഞ്ഞപ്പോൾ സുഖമായിട്ട് ഉറങ്ങാമെന്ന് കരുതിയല്ലേ? സമാധാനമായിട്ട് ഉറങ്ങാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല നിന്നെ. ശരിയാക്കി തരാം ഞാൻ. അതെ, എഴുന്നേൽക്ക്. അങ്ങനെ അങ്ങ് ഉറങ്ങിയാൽ എങ്ങനെയാ ശരിയാവുന്നേ? ഋഷി, എൻ്റെ അടുത്ത് നിന്ന് മാറ്. ഞാൻ എന്തെങ്കിലും ചെയ്യും. മാറാനാ പറഞ്ഞ. ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരരുത്, ഞാൻ കുത്തും. നിൽക്കടി അവിടെ. നീ കുത്തണം, എനിക്കൊന്ന് കാണണം. എന്നെ കൊന്നിട്ട് ആരോടെ പോകാനാ പ്ലാൻ? പറയാൻ. ഋഷി വേണ്ട, എൻ്റെ അടുത്ത് വരരുത് പ്ലീസ്, മാറിപ്പോ. ഈ പേന കത്തി കാണിച്ചാണോ നീ പേടിപ്പിക്കുന്നത്? എന്നാ നീ ഒന്ന് കുത്ത്. ഋഷി, കൈ വിട്, ബ്ലഡ് വരുന്നുണ്ട്. ഇത് ഞാൻ വെറുതെ. എന്താ, നിനക്ക് ഇനിയും കുത്തണോ? ഋഷി, നീ എന്തായി കാണിച്ച്? ഞാൻ കുത്താനൊന്നും അല്ല. ഇങ്ങോട്ട് വാടി. വീടെന്നെ. ഞാൻ മരിക്കണം നീ രക്ഷപ്പെടണമെങ്കിൽ, മനസ്സിലായോ? ഋഷി, ഞാൻ പറയുന്ന കേൾക്ക്. നീ പറയുന്നല്ല, ഞാൻ പറയുന്നത് എവിടെ കേൾക്കണ്ട, മനസ്സിലായോ? എന്നാ പിന്നെ തുടങ്ങാം. ഋഷി, എനിക്ക് വയ്യ, ഞാനൊന്ന് പറയട്ടെ. കടിക്കല്ലേ, എനിക്ക് വേദനിക്കുക. മാറി നിൽക്ക്. എന്നോട് ഈ കാണിക്കുന്നതിനൊക്കെ ഒരു ദിവസം നീ റിഗ്രറ്റ് ചെയ്യും, നോക്കിക്കോ. ഞാനാണോ നീയാണോ നമുക്ക് കൊണ്ടറിയാം. ഋഷി പ്ലീസ്, എന്നെ വെറുതെ ഇവിടെ. ഇതിന് വെറുതെ ഞങ്ങൾ കൊന്നതാ, പ്ലീസ്. കൊല്ലാൻ ഞാൻ? നിർത്ത് ഋഷി, എന്തിനാ എന്നെ എഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നത്? ഒറ്റയടിക്ക് കൊന്നൂടെ?
അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വിടില്ല ഞാൻ. ഋഷി, എനിക്കിങ്ങനെ ജീവിക്കണ്ട. എന്നെ ഒന്ന് കൊന്നത് പ്ലീസ്. പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് ടയർഡാ. ഇന്നത്തേക്ക് ഞാൻ നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു. കിടന്നുറങ്ങിക്കോ. ഈശ്വര. ഇന്നലെ ഒരുപാട് ലേറ്റായി. മൂന്നാളും 3 മണി കഴിഞ്ഞിട്ടാ വീട്ടിലെത്തിയെ. പറഞ്ഞത് ശരിയാ, 3 മണിക്ക് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇതുവരെയായിട്ടും എണീറ്റിട്ടില്ല. അല്ല, സാക്ഷി മോളെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഞാൻ നിങ്ങളൊക്കെ പറയുന്ന കേൾക്കുമായിരുന്നു. ഋഷി ഇന്നലെ ഒരുപാട് താമസിച്ചു അല്ലേ മോളെ? ഇവിടെ ഇങ്ങനെ മീറ്റിങ്ങും ഇതുപോലത്തെ പാർട്ടീസൊക്കെ ആകുമ്പോൾ അവർ നന്നായിട്ട് ലേറ്റ് ആവും. അതൊന്നും സാരമില്ല. വർക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ അമ്മ. എനിക്ക് ലേറ്റ് ആവുന്നതിനൊന്നും കുഴപ്പമില്ല. സാക്ഷി, നീ അമ്പലത്തിൽ വരുന്നുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടല്ലേ? നമ്മൾ രണ്ടാളും ഇന്ന് പോകുന്നുണ്ട്. നീ വരുന്നെങ്കിൽ വേഗം വന്നോ. അമ്പലത്തിലോ? ഞാൻ നിങ്ങളുടെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് നേർച്ചയായിരുന്നു. എന്തായാലും മോളൂടെ ഉണ്ടല്ലോ, എന്നാൽ നമുക്ക് എല്ലാവർക്കുമായിട്ട് പോവാം. റെഡി ആയിക്കോ. ശരി അമ്മ, ഞാൻ പോയി റെഡി ആയിട്ട് വരാം. കിച്ചണിലെ പണിയൊക്കെ തീർന്നില്ലേ അമ്മ? എന്നാൽ പിന്നെ നമുക്ക് റെഡി ആയിട്ട് വരാം. അവരെണീക്കുന്നതിന് മുന്നേ നമുക്ക് അമ്പലത്തിൽ പോവാലോ. ഇവിടുത്തെ വർക്കൊക്കെ തീർന്നു. എന്നാൽ പിന്നെ നമുക്ക് 3 ആൾക്ക് റെഡിയാവാൻ പോവാം. അവരെണീറ്റ പിന്നെ ഇതിനൊന്നും സമയം കാണില്ല. വേഗം പോവാം. ശരി അമ്മ, ഞാൻ പോയി റെഡി ആയിട്ട് വരാം. ഈശ്വര, ഋഷി എനിക്കതിന് മുന്നേ അമ്പലത്തിൽ പോകാൻ പറ്റിയെങ്കിലും എണീറ്റ ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരില്ല. നല്ല ഉറക്കമാണല്ലോ. ഞാൻ പോകുന്നവരെ ഇങ്ങനെയും ഉറങ്ങിക്കിടന്നാൽ മതിയായിരുന്നു. കിടക്കുന്നുണ്ടാകത്തൊന്നും പാവമെന്ന്. എന്നെ ഉപദ്രവിക്കുന്ന കണ്ട ആരെങ്കിലും പറയോ ആ മനുഷ്യനാണ് ഇതാ കിടക്കുന്നതെന്ന്? ഇല്ല, എൻ്റെ തെറ്റ്. ഞാൻ കാരണം നീ ഇങ്ങനെ ആയത് എനിക്കറിയാം. പക്ഷേ പഴയതുപോലെ നിന്നെ കാണുന്നതിന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈശ്വര, വയറൊക്കെ വല്ലാതെ വേദനിക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ പീരീഡ്സ് ആവാനാണോ? ഈ സമയം നോക്കി തന്നെ പീരീഡ്സ് ആയല്ലോ. അമ്പലത്തിൽ പോകാനും പറ്റില്ല. അമ്പലത്തിൽ പോയാലും കുഴപ്പമില്ല. പീരീഡ്സ് ആയതുകൊണ്ട് കുറച്ച് ദിവസം ഋഷിയുടെ ശല്യം ഉണ്ടാവില്ല. ഇവളിതിനകത്തുണ്ടായിരുന്നോ? ബാത്റൂമിൻ്റെ ഡോറും തുറന്നു വെച്ച് ഇവളെന്താ ഇതിനകത്ത് വന്നെന്ന് ആലോചിക്കുന്ന. അടുത്തെന്നെ അങ്ങനെ കൊല്ലാന്നാണോ? ഈശ്വര, ഞാൻ ഡോർ അടച്ചില്ലേ? ഇവനിതപ്പോൾ ഇതിനകത്ത് കയറി. മിണ്ടാതെ നിൽക്കാം, കാണാത്ത പോലെ. എവിടെ പോവാ? നിൽക്ക്. ഋഷി, ഇവിടെ എന്നെ എന്താലോചിക്കുമായിരുന്നു? തൊട്ട് പോകരുത്. നീ എൻ്റെ ദേഹത്ത് തുടരുത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ, ഞാൻ തന്ന റേറ്റ് നിനക്ക് മതിയായില്ലേ? മാറി നിൽക്ക്, എൻ്റെ മുന്നിൽ നിന്ന് മാറാൻ. നിൽക്കടി അവിടെ. എന്താ, അതിൽ കൂടുതൽ റേറ്റ് നിനക്ക് വേണോ? ഇനി ഒരു അക്ഷരം നീ മിണ്ടി പോകരുത്. വാട്ട്? നീ എന്നെ തല്ലിയല്ലേ? നിൽക്കടി അവിടെ. ഋഷി, എന്നെ വിട്. ഇങ്ങോട്ട് വാടി. വേണ്ടാന്ന് വെക്കുമ്പോൾ ഋഷി, ഞാൻ പറയുന്നേക്ക്. എങ്ങനെയാ നിനക്ക് എന്നെ അടിക്കാൻ ഇത്രയും ധൈര്യം കിട്ടിയ? ഋഷി, കടിക്കില്ലേ? ഞാൻ പറയുന്നതെന്ന് കേൾക്ക്. എനിക്ക് പീരീഡ്സാ. ഓ, പീരീഡ്സ് ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു റെയിൻബോ കിസ് അങ്ങ് ട്രൈ ചെയ്താലോ? ഋഷി, എന്താ, നിനക്കതെന്താണെന്നറിയോ? ഋഷി പ്ലീസ്, ഈ സിറ്റുവേഷനിലെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിടും. ഋഷി, ഞാൻ ഷെറിൻ, അകത്തോട്ട് വന്നോട്ടെ? ഡോർ ലോക്കല്ല, അങ്ങോട്ട് കയറിപ്പോര്. നീ എന്തിനാ എന്നെ വിളിച്ചത്? എന്തോ ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താ അത്? പറയാനുണ്ട്. നമുക്ക് നമ്മുടെ റൂമിൽ പോവാം. ഇവളെ കൊണ്ട് എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല. ശരി, ബാ. ഋഷി, ഇത്ര സിമ്പിളായിട്ട് നീ അവളുടെ കൂടെ? നിനക്ക് അവളെ മതിയെങ്കിൽ എന്നെ എന്തിനാ ഇതിലേക്ക് കൊണ്ടുവന്ന്? എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് വിഷമിപ്പിക്കുന്നത്? എന്നെ ഇങ്ങനെ ചീപ്പായിട്ട് കാണാൻ മാത്രം. ശരി, ഞാൻ അവിടെ വെച്ച് പറഞ്ഞതൊന്നും നീ സീരിയസ് എടുക്കണ്ട. അവളുടെ മുന്നിൽ വെറുതെ ഞാൻ... അതൊക്കെ എനിക്കറിയാവുന്നതല്ലേ. അല്ല, നീ എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ? ശ്രീജിത്ത് നാളെ നമ്മുടെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യും. ആര്? ശ്രീജിത്തോ? ഗെയിം കൊള്ളാലോ. നിന്റെ ഭാര്യ അറിഞ്ഞോ? ഇല്ല, അറിഞ്ഞില്ല, അറിയിക്കില്ല. ഞാൻ രണ്ടുപേരെയും പരസ്പരം കാണാൻ പോലും ഞാൻ അനുവദിക്കില്ല. രണ്ടുപേരോട് ഞാൻ റിവെഞ്ച് ചെയ്യും. ഇതവളറിയുമ്പോൾ മരുഭൂമിയിലും മഞ്ഞ് വീണ അവസ്ഥയായിരിക്കും.
ഞാനൊരു കാര്യം പറയട്ടെ, അവർക്ക് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അവരങ്ങ് ജീവിക്കാൻ വിടുന്നതല്ലേ നല്ലത്. അവൾ വേറെ ആരുടെ കൂടെയും ജീവിക്കില്ല. അവൾ ജീവിക്കാനേ പാടില്ല. ഈ ടോപ്പിക്ക് ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ തമ്മിൽ അടിയാവും, മനസ്സിലായോ? നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, വയറുവേദന ഉണ്ടോ? പിന്നെ അമ്പലത്തിൽ വരാൻ പറ്റാത്തതിന് വിഷമിക്കൊന്നും വേണ്ട. ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് വീണ്ടും പോവാന്നേ. വിഷമമൊന്നുമില്ല. അത് പീരീഡ്സ് ടൈമിൽ എനിക്ക് ഭയങ്കര സ്റ്റൊമക്ക് പെയിൻ ആയിരിക്കും. 3 days ഉണ്ടാവും. നിനക്കുണ്ടോ? എനിക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. ഒരു കാര്യം ചെയ്യ്, നീ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. പാഡും ടാബ്ലറ്റ്സൊക്കെ ഞാൻ തരാം. ആ ചേച്ചി, ഞാൻ റെസ്റ്റ് എടുക്കുന്നുണ്ട്. നല്ല വയറുവേദന ഉണ്ടോ നിനക്ക്? പഠിക്കുമ്പോഴേ നിനക്ക് അങ്ങനെയാണല്ലോ, പീരീഡ്സ് ടൈമിൽ നല്ല പെയിൻ ഉണ്ടാവുമല്ലോ. എന്തിനാ സാക്ഷി എന്നെ ഇട്ടേച്ച് പോയത്? നിൻ്റെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞില്ലേ എന്നെ ഒറ്റയ്ക്കാക്കി പോകരുതെന്ന്. അപ്പോഴൊക്കെ എന്നെ വലിച്ചെറിഞ്ഞ് അവൻ്റെ കൂടെ എന്തിനാ എന്നെ ഇത്രയും ക്രൂവലാക്കുന്നത്? എൻ്റെ വയറ് ശരാ. മാറി ഋഷി, മാറി നിൽക്ക്. നീ എന്നെ ഇനി തൊടാൻ പാടില്ല. എനിക്ക് നിന്റെ മുന്നിൽ ഇനിയും ചീപ്പാവാൻ വയ്യ. നീ വിളിച്ച വരുന്ന ഒരുപാട് പെമ്പിള്ളേരുണ്ടാവും. ഇനി എന്നെ അതിൽ കൂട്ടണ്ട, മനസ്സിലായോ? തൊട്ടു പോകരുത് ഇനി എന്നെ. നിനക്ക് തട്ടി കളിക്കാൻ ഇത്രയും ദിവസം ഞാൻ കിട്ടിയില്ലേ, ഇനിയും മതിയായില്ലേ? എനിക്ക് നീ റേറ്റ് വരെ ഇട്ടില്ലേ? ഇനി വേണ്ട. ആ റേറ്റിന് വേറെ ആരെങ്കിലും പോയി നോക്ക്. നീ എന്നെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതി, പക്ഷെ ഇല്ല. നിനക്ക് കാര്യം മനസ്സിലാകാൻ പറ്റില്ല. നിനക്ക് നിന്റെ കാര്യം മാത്രം, നിന്റെ സുഖം മതി. ഇനി മേലെ എൻ്റെ അടുത്ത് വരരുത്. വന്നാൽ ഞാൻ എൻ്റെ ജീവൻ തന്നെ അവസാനിപ്പിക്കും. ഓരോ പ്രാവശ്യം നീ എന്നെ വേദനിപ്പിക്കുമ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എപ്പോഴെങ്കിലും നീ എന്നെ സ്വീകരിക്കും, എപ്പോഴെങ്കിലും നീ എന്നെ സ്നേഹിക്കുമെന്ന്. പക്ഷെ നീ അങ്ങനെയല്ല. മതി നിൻ്റെ ഡ്രാമ. എന്നെ കാണിക്കാനാണെങ്കിൽ ഇത് വേണ്ട. ഇതൊക്കെ ഞാൻ കുറേ കണ്ടതാ. ഇനി എന്നെ അതിൽ വീഴ്ത്താൻ നോക്കണ്ട. അല്ല, ഇതാരെ കണ്ടിട്ടാ? ആ ശ്രീജിത്തിനെ കണ്ടിട്ടാണോ? ശ്രീജിത്ത്? എന്താ പേര് കേട്ടപ്പോൾ തന്നെ മുഖത്തൊരു സന്തോഷം? അതെ, അവൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു ആശ്വാസം. നീ എൻ്റെ കൂടെ ഉണ്ടായിട്ടും അതില്ല എനിക്ക്. അവനെന്നും എനിക്കൊരു ആശ്വാസം. നിന്നെ പോലല്ല അവൻ. സാക്ഷ്യം മതി, നിർത്ത്. നിനക്ക് സ്റ്റൊമക്ക് പെയിൻ എന്നല്ലേ പറഞ്ഞ? ഇപ്പോൾ കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്നെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യരുത്, മനസ്സിലായല്ലോ? നീ എഴുന്നേറ്റോ? എന്താ ഫ്രഷ് ആവാനൊന്നും ഉദ്ദേശമില്ലേ? ഞാൻ നിന്നോടാ ചോദിക്കുന്നത്. നീ എന്താ ഫ്രഷ് ആവുന്നില്ലേ? ആ കബോർഡിൽ നിനക്കുള്ള പാഡും ടാബ്ലറ്റ്സും ഉണ്ട്, എടുത്തോ. അതിൻ്റെ ആവശ്യമില്ല. ചേച്ചി കാശിയേട്ടനോട് പറഞ്ഞ് എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് താല്പര്യമില്ലാത്തവർക്ക് നിന്ന് ഒന്നും ഫ്രീ ആയിട്ട് എനിക്ക് വേണ്ട. അത് നിങ്ങൾ എന്നെ വച്ചിരുന്നോ? കാശിയേട്ടനാണോ ഞാനാണോ നിൻ്റെ ഭർത്താവ്? ആരാ നിൻ്റെ ഭർത്താവ്?